സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നമ്മുടെ സ്മരണ എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു സ്മരണ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ ചെറിയ കുട്ടികളായി മുതിർന്ന ആ ഒരു അവസ്ഥ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം KSYF-ൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോഴാണ് സഖാവ് ജയരാജൻ പറഞ്ഞതുപോലെ KSYF-ൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ SFIയുടെ പ്രവർത്തകർ എന്ന രീതിയിൽ, അതിന് നേതാവെന്ന രീതിയിൽ കോടിയേരിയുമായിട്ടുള്ള ബന്ധം, പിന്നീട് DYFI രൂപീകരണത്തോടുകൂടി സഖാവ് DYFIയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിലുള്ള പരസ്പര ബന്ധം, അങ്ങനെ സർവതല സ്പർശിയായ മേഖലയിൽ കോടിയേരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ച് വന്നത്. ഇന്നലെ സഖാവ് പുഷ്പൻ നമ്മെ പിരിഞ്ഞാന്നു. ഇന്നലെ അതിൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. പുഷ്പൻ ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് പരിക്ക് പറ്റി തലശ്ശേരി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. കണ്ണൂർ AKG സെൻറ്ററിൽ നിന്ന് ചേച്ചിക്കാണാൻ മന്ദിരത്തിൽ നിന്ന് ഞങ്ങൾ മെല്ലെ അപ്പോൾ തന്നെ വിവരം കിട്ടിയ ആ നിമിഷം തന്നെ തലശ്ശേരിയിലേക്ക് പോവുകയാണ്. സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള അന്ന് സെൻട്രലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം അവിടെ പോയി. അപ്പോഴേക്ക് 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന് കണ്ടു. ആശുപത്രിയിൽ കിടക്കുന്ന സഖാക്കളെ മുഴുവൻ അവിടെ കൂട്ടായിട്ട് കിടത്തിയിരിക്കുകയാണ്. ആശുപത്രിയുടെ ബെഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ സഖാവ് കോടിയേരി പതറാതെ ഞങ്ങളെല്ലാം ആത്മധൈര്യം തന്ന് മുന്നോട്ടേക്ക് നയിച്ച ആ രംഗം ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും 30 വർഷം മുമ്പുള്ള ആ കാഴ്ചയുണ്ട്. തലശ്ശേരി ആശുപത്രിയിലേക്ക് പോയ ഘട്ടം. അങ്ങനെ ഏത് സന്ദർഭത്തിലും, എല്ലാ സന്ദർഭത്തിലും ഞങ്ങളെല്ലാം ഒന്നിച്ച്, സഖാവ് ജയരാജനും ഞങ്ങളെല്ലാം DYFIയുടെയും അതിനു മുമ്പ് KSYF-ൻ്റെയും പ്രവർത്തകരായിരിക്കുമ്പോൾ തുടങ്ങിയ ആ ബന്ധം അവസാന നിമിഷം വരെ തുടർന്ന് പോയിട്ടുണ്ട്. സഖാവ് കോടിയേരിയുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടായ നഷ്ടം നമുക്കെല്ലാം കൂട്ടായിട്ട് നികത്താൻ ശ്രമിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.